അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചാൽ പിന്നെ എന്ത് വിചാരിക്കാനാ? അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ ലോകത്ത് എല്ലാവരും അയാളുടെ ശത്രു ആയാലെന്താ? ആ നാട് ഭരിച്ചിരുന്ന ഫറോവ എനിക്കെതിരെ ഒരു കുട്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്, ആ കുട്ടി ജനിക്കാനിരിക്കുന്നുണ്ട്, അതൊരാൺകുട്ടിയാണെന്ന് പ്രവചനം നടത്തുന്നവർ പ്രവചിച്ചപ്പോൾ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞ് 7000 കുട്ടികളെ ജനിച്ച ഉടനെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അക്രമിയായ ഫിർഔൻ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ആരെയാണോ ഫിർഔൻ ഭയപ്പെട്ടത് ആ കുട്ടി വളരെ ഭംഗിയായിട്ട് ജനിച്ചു. ആ കുട്ടിയുടെ ഉമ്മ വെള്ളത്തിൽ പെട്ടിയിലാക്കി ഒഴുക്കി. സാധാരണ കുട്ടിയുള്ളിടത്തേക്ക് ഫിർഔന്റെ വട്ടാളക്കാര് ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ്. അതേ സമയത്ത് അള്ള ഏറ്റെടുത്ത മൂസാ നബി എന്ന കുട്ടി, ഈ കുട്ടിയെ അള്ള പറയാണ് കുളത്തിൽ, വെള്ളത്തിൽ, കടലിൽ ഒഴുക്കൂ. ഏതാ അതിന്റെ ഒരു സൗന്ദര്യം? എന്നിട്ട് കിട്ടിയത് ആരെടുത്താ? ഇതേ ഫിർഔന്റെ അടുത്തേക്ക് എന്നെ കിട്ടി. കൊന്നാലോ? കൂടെയുള്ള ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട, നമുക്ക് ഏതായാലും മക്കളില്ലാലോ, ഒരു കുട്ടിയായിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ചെറുപ്പത്തിൽ മുലപ്പാലല്ലേ കൊടുക്കേണ്ടത്? എന്ത് ചെയ്യും? രാജാവിന്റെ ഭരണാധികാരി ഏറ്റെടുത്ത കുട്ടിയല്ലേ, മുലപ്പാൽ കൊടുത്താൽ കൂടുതൽ സാലറി ലഭിക്കുമല്ലോ. നിരന്തര സ്ത്രീകൾ വന്നു, ആരുടെയും പാൽ കുടിക്കണില്ല. ഈ കുട്ടിയുടെ ഉമ്മ തന്നെ വിവരറിഞ്ഞു. ഉമ്മ വന്നു. അപ്പൊ ഫിർഔന്റെ റിക്വസ്റ്റ്, പ്ലീസ് ഇവിടെ നിൽക്കാവോ, കുട്ടിക്ക് പാൽ കൊടുക്കാവോ? എങ്ങനെയുണ്ട്? ഈ കുട്ടിയെ ഭയപ്പെട്ടിട്ട് 1000കണക്കിന് കുട്ടിയെ കൊന്ന ഫിർഔന്റെ കൊട്ടാരത്തിൽ ആ കുട്ടിയെ വളർത്തുന്ന റബ്ബ്, ആ റബ്ബിന്റെ പേരാ അല്ലാഹ്. അള്ള ഏറ്റെടുത്തിനോ? ലോകം മുഴുവനും നമുക്കെതിരായാലും ഏതേത് അക്രമകാരികൾ മറുപക്ഷത്തുണ്ടെങ്കിലും അള്ള ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മോമിനീങ്ങൾക്ക് എന്ത് ഭയപ്പാടുണ്ടാവാനാണ്? ശത്രുക്കൾ തലങ്ങും വിലങ്ങും പാറിക്കളിക്കുന്നുണ്ട്. 100 ഒട്ടകത്തിന്റെ ഇനാം പ്രഖ്യാപനം കേട്ടിട്ട് വട്ടമിട്ട് പറക്കുകയാണ് മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ശത്രുക്കൾ. അപ്പോഴാണ് സൗർ ഗുഹയുടെ മുകളിൽ അവരെത്തിയത്. അവർ ആരെയാ അന്വേഷിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. അന്വേഷിക്കുന്ന സംഘത്തിന്റെ കാൽ, ആ കാൽ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ കാലിന്റെ തൊട്ടു താഴെയുള്ള ഗുഹയിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ശത്രുക്കൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പോഴാണ് കൂടെ ഉള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ നബി തങ്ങളോട് പറയണത്, അവർ ഉപകരണങ്ങൾ എടുത്തിട്ടോ വേറെ സംവിധാനങ്ങൾ എടുത്തിട്ടോ നമ്മളെ നോക്കൊന്നും വേണ്ട. അവർ അവരുടെ തല ഒന്ന് ചെരിച്ച് അവരുടെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലറാന, നമ്മളെ കാണും നബിയെ. എന്താ തങ്ങളുടെ മറുപടി? കാണുമൊന്നും ചെയ്യില്ല. കാണൂല. അതെന്താ കാണാത്ത? ഇന്നല്ലാഹു മഅന, നമ്മളൊന്നിച്ചല്ലുണ്ട്. എന്തേ? നമ്മളൊന്നിച്ചല്ലുണ്ട്. അല്ലാ, ആ വിചാരമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ പേടിയുണ്ടാവാനാ? അത് ഏത് ബില്ല് വന്നാലും, ഏത് മിസൈൽ വന്നാലും, ഏത് ആരോപണം വന്നാലും, എത്ര ബിസിനസ് പൊട്ടിയാലും, എത്ര പ്രയാസം വന്നാലും, അല്ലാഹ് എന്ന തവക്കുലിന്റെ മന്ത്രമുള്ള മനുഷ്യനെ എന്തു ടെൻഷൻ ആവാനാ? അയാൾ എങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കണത്? അയാൾക്ക് എങ്ങനെ നിരാശയുടെ ലോകത്തേക്ക് പോകാൻ തോന്നുന്നത്? നബിയെ നമ്മളെ കാണുമെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ പ്രഖ്യാപനം, കാണില്ല അബൂബക്കറെ, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്.